എവിടെയായിരുന്നു ഇതുവരെ? സന്ധ്യ അത് കണ്ടില്ലേ? ഗ്രൗണ്ടിലായിരുന്നു ഫുട്ബോള്. സ്കൂൾ വിട്ടിട്ട് നേരെ വീട്ടിൽ വരാൻ നോക്കണം, തേടി നടക്കാതെ. വേഗം പോയി കുളിച്ചേ, എന്നിട്ട് വിളക്ക് വെച്ചേ. പരീക്ഷ എടുത്ത് വരും, അപ്പോഴൊരു ഫുട്ബോള്. രാമ 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 പാഹിമാ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാ രാമ 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 പാഹിമാ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാ രാമ 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 പാഹിമാ രാമ 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 പാഹിമാ രാമപാദം ചേരണേ മുകുന്ദ രാമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാ രാമ 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 നിന്നോട് എത്ര പ്രാവശ്യം പറയണം? തിന്നുന്ന പാത്രം ഇട്ട് കഴുകി വെക്കുകയില്ല, പുസ്തകം ഒന്നും പുറത്തെടുത്ത് വെക്കത്തുമില്ല. ഇത്രയും പ്രായമായിട്ട് ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ വലിയ കഷ്ടമാട്ടോ. അപ്പോ എന്തേലും പറഞ്ഞോണ്ട് എന്നെ ഇങ്ങനെ വായി നോക്കിയിരുന്നോ? നാളെ സ്കൂളിൽ നിന്ന് തന്നെ പാത്രം കഴുകിയിട്ട് വന്നോണം. അവിടെ പൈപ്പും വെള്ളമൊക്കെ ഉള്ളതല്ലേ? അടി അല്ലാതെ എന്താ? പാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ. ചേച്ചി ചേച്ചിയെ, ആ നീ എന്താടി ഈ രാത്രിയില്? അതൊക്കെ നല്ല മഴയ്ക്കുള്ള ലക്ഷണം ഉണ്ടല്ലോ. അതുമല്ല, ആ പറമ്പ് നിറച്ച് പാമ്പാ എന്റെ പെങ്കൊച്ചേ. നീ ടോർച്ചൊക്കെ ആയിട്ട് പറഞ്ഞിട്ടോ രാത്രിയില്? അമ്മ ഇന്നലെ വാങ്ങിയ സോപ്പ് തരാൻ പറഞ്ഞു. അയ്യോ, ഇതില്ലായിരുന്നെങ്കിൽ ഇവിടെ കഞ്ഞിയും കറിയും വെക്കത്തില്ലായിരുന്നു. സോപ്പേ അതല്ല, അപ്പു ഇന്നലൊരു ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, പഠിക്കാണ്ടെന്നല്ലേ പറഞ്ഞേ? അതാ രാത്രി തന്നെ പോന്നെ. അവനെവിടെ? അവനപ്പുറമുണ്ട്. ആണോ? അപ്പോ ഡാ, നിന്റെ ആദ്യത്തിനും രാത്രിയും കൊണ്ടുവന്നിട്ടുണ്ട്. നീ എവിടെയാ? ഞാൻ ബാത്റൂമിലാ. വെച്ചിട്ടുണ്ടേ, ഞാൻ ഇറങ്ങുവാ. ഓടിച്ചിട്ട് തല്ലി. അത് പോരാഞ്ഞിട്ട് 10-60 സെന്റുള്ള വസ്തു ഞാനൊരു 8 പ്രാവശ്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതികേട് വരുമായിരുന്നു. ശബ്ദം കുറച്ചേ കുഞ്ഞിനെ. അപ്പൊ ഇവനകത്തേക്ക് ഉണ്ടോ? നീ ഇങ്ങനെ അലറി വിളിച്ച് നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കും. വിഷമിക്കാതിരിക്കെ. നീ വല്ലതും കഴിച്ചായിരുന്നോ? എന്നാ ബാ വല്ലതും വന്ന് കഴിക്കേ. വറുത്ത മീനുണ്ടോ? ആ ഉണ്ട്. ഉണ്ടല്ലേ? കുഞ്ഞുണ്ണി, അമ്മയും അച്ഛൻ കൊറേ തല്ലിയോടാ? കൊറേ തല്ലി, അമ്മയും തിരിച്ചു തല്ലി. അടിപൊളി. അപ്പോടാ എന്താടാ? പാലമംഗളം? ഏത് പാലമംഗളം? ഇവിടെ ഒന്നുമില്ലല്ലോ. ഉണ്ടല്ലോ, ഞാൻ കണ്ടതാ കഴിഞ്ഞ തവണ. ഞാൻ ഇവിടെ വന്നപ്പോ അമ്മായി അലമാര എന്റെ മുകളിലെടുത്ത് വെച്ചത്. അത് ഈ അൽമാരുടെ മുകളിലല്ലടാ, നീ വന്നേ. ഇവിടെ വേറെ അലമാര ഉണ്ടോ? കൂടിയല്ലോടാ. തൽക്കാലം ഇത് വായിക്ക്. പിടിച്ച എന്നാ ചേട്ടൻ വായിക്ക്, ഞാനേ കിടന്നുകൊണ്ട് കേക്കാം. വായിക്ക്, വായിക്കടാ. പേര് ആദിത്യൻ. ആദിത്യന്റെ അച്ഛന്റെ പേര് ആദിത്യന്റെ അച്ഛൻ. എന്റെ മാധവേട്ടം ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഈ സമയത്ത് പോയി മീൻ പിടിച്ചോണ്ട് വന്ന് എനിക്ക് വറുത്ത് തന്നാൻ എന്റെ ചേച്ചി. ഈ പച്ചക്കഞ്ഞി ഞാൻ എങ്ങനെ കുടിക്കും? നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത വട്ടം തലയിട്ട് കഴിയുമ്പോ അവിടെ തന്നെ വിളിക്ക്. വരുമ്പത്തേനും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാം. ഞാൻ ഇനി പോകുന്നില്ല അങ്ങോട്ട്. കുഞ്ഞുണ്ണി, എണീക്കടാ, അമ്മ വിളിക്കുന്നു. ചെല്ല്, നിനക്ക് പാലെടുത്തിട്ടുണ്ട്. വേഗം ചെല്ല്. വാ വാ ചെല്ല്. അവൻ തൊട്ട് തേച്ചില് ചെന്തു. ഇതേത് ബുക്ക്?
വെച്ചതാണല്ലോ. അയ്യോ കാണുന്നില്ലല്ലോ. എങ്ങോട്ട് പോയത്? ഡാ, നീ എവിടെ എന്ത് വെപ്പാ? എൻ്റെ ഒരു ബുക്ക് കാണുന്നില്ല. ഏത് ബുക്ക്? ഫിസിക്സ്. അല്ല അത് ഇട്ടേക്കുന്നത് സാറില്ല ബുക്ക് സ്കൂളിലാണ് എടുക്കാൻ പറഞ്ഞതാ. ഞാൻ സ്കൂളിൽ പോട്ടെ. ഇവനെന്താ പറ്റി? ടാറ്റ. അപ്പോ ഇന്നോട്ട് ഇവിടെ പോയി. അമ്മേ അരിവാണ്. എടാ അമ്മേ. നിന്റെ അമ്മായി ഉണ്ടാടാ അവിടെ? നിന്റെ അമ്മായി വീട്ടിലുണ്ടോന്ന്? അല്ല മാമനെന്ത് പറ്റി? ഒരു തേങ്ങ വീണതാ. തേങ്ങയോ? പിന്നെ തേങ്ങ വെച്ച് മോന്ത കെറിഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ വീണതല്ലാണ് പറയാൻ പറ്റുള്ളൂ. നിന്റെ അമ്മായി വല്ല കരാട്ടയും പഠിച്ചിട്ടുണ്ടോടാ? അമ്മേ കിഡ്നി 3 കഷ്ടാക്കി കളഞ്ഞ ദുഷ്ട. ഫ്രഞ്ച് വിപ്ലവം 1789 മുതൽ 1789 മുതൽ എങ്ങനെയുണ്ട്? വായിക്കാൻ പറ്റിയില്ല. നീ വായിച്ചില്ലെങ്കിലും ഞാനിന്ന് വീട്ടിൽ കൊണ്ടുപോവേ. എന്താ നിന്റെ വീട്ടിലെല്ലാവരുടെ ടൂർ പോയാ? ആടാ എളാപ്പാന്റെ മോളുടെ കല്യാണം. ടീച്ചർ അതിന്റെ കോളനികളിലും എടാ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇംഗ്ലീഷ് അല്ലേ, അത് കുഴപ്പമില്ല, എനിക്ക് ഫോട്ടോ മതി. എടാ അതല്ല, പിന്നെ ബുക്ക് കാണുന്നില്ല. സൈലൻസ്. ആരാവിടെ സംസാരിക്കുന്നേ? ഇനി ആർക്കെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി പുറത്തേക്ക് നിൽക്കാം. കൂടുതൽ മറ്റേ മറ്റടുത്ത പണി കാണിക്കല്ലേ അപ്പോ? എനിക്കറിയാം നീ മുക്കിയതാണെന്ന്. എനിക്ക് തരാൻ പറ്റില്ലെങ്കിൽ അത് പറ. എടാ സത്യമായിട്ടും അമ്മയാണെ കാണുന്നില്ലടാ. ഒരൊറ്റ പ്രാവശ്യം കണ്ടാ മതി, അതായത് നീ എടുത്തോ. എടാ വായിക്കണമെന്ന് വിചാരിച്ച അലമാരയുടെ മുകളിൽ വെച്ചതാ. അപ്പോൾ അമ്മയും കുഞ്ഞുണിയും കയറി വന്നത്. എടാ രാവിലെ എണീറ്റ് നോക്കിയപ്പോ അവിടെ കാണുന്നില്ല. ഒന്ന് വിശ്വസിക്കടാ. എനിക്കൊന്നും കേക്കണ്ട, മര്യാദക്ക് പറഞ്ഞോ. സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ മുത്തലിബ് ആരാണെന്ന് നിങ്ങൾ ഇന്നോടെ അറിയും. എടാ നമ്മൾ പാർട്ട്നേഴ്സ് അല്ലടാ, ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. ഞങ്ങളൊന്ന് വിശ്വസിക്കടാ. എനിക്ക് ഒറ്റൊരുത്തരെയും വിശ്വാസമില്ല. ഇന്ന് വൈകിട്ടോടെ സാധനം കിട്ടിയില്ലെങ്കിൽ കളി മാറും. കളി ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് പൈസ ഷെയർ തരാതിരിക്കാനുള്ള പരിപാടിയില്ല. രണ്ടുപേരും ഇങ്ങനെ തല താഴ്ത്തിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം എനിക്ക് കിട്ടണം. എന്ത് മോശമാണ് മാഷേ, ഇല്ലാത്ത അശ്ലീല പുസ്തകത്തിന്റെ പേരിൽ ക്ലാസ് നിർത്തിവെച്ച് പരിശോധന. അതങ്ങനെയല്ല മാഷേ, 8ാം ക്ലാസ് കൂടി നോക്കാണ്ട്. മതി, പ്രഹസനം മതി. പാവം എൻ്റെ കുട്ടികൾ. ഒരു വേള ഞാനും സംശയിച്ചു പോയി. അല്ല, മാഷിന് ഈ വിവരം തന്ന ആരാ? അത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു അഭിദേഹികാംക്ഷി. വല്ലവരും പറയുന്നത് കേട്ട് കഷ്ടം. സാറും ഇയാളുടെ കൂടെ കൂടിയല്ലോ. സോ പതറ്റിക്. അതെ, ഇനി ഞാൻ പറയുന്നവരെ ഒരു പരിശോധനയും വേണ്ട. ഒന്നും മനസ്സിലായോ?